വെൽക്കം ടു ഷൈൻസ് യാൺ ആർട്ട്. എൻ്റെ പേര് ഷൈനി. നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് ക്രൂഷ്യ സ്റ്റിച്ചസിനെ കുറിച്ചായിരുന്നു. ബേസിക് ആയിട്ടുള്ള എല്ലാ സ്റ്റിച്ചസും കഴിഞ്ഞു. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഫ്രണ്ട് ലൂപ്പ് ഓൺലി ആൻഡ് ബാക്ക് ലൂപ്പ് ഓൺലി സ്റ്റിച്ചാണ്. ഫ്രണ്ട് ലൂപ്പ് ആൻഡ് ബാക്ക് ലൂപ്പ് സ്റ്റിച്ച് എങ്ങനെ ഇടേണ്ടതെന്ന് നമുക്ക് നോക്കാം. സ്റ്റിച്ച് ഇടാനായിട്ട് ആദ്യം വേണ്ടത് യാണാണ്. ഞാൻ എടുത്തിരിക്കുന്നത് 4-ply യാണാണ്. പിന്നെ വേണ്ടത് ഹുക്ക്, 5 mm സൈസ് ഹുക്കാണ് എടുത്തിരിക്കുന്നത്. ഇനി സ്റ്റിച്ചിട്ട് തുടങ്ങാം. ലെഫ്റ്റ് ഹാൻഡിലുള്ളത് ടെയിൽ സൈഡ്, റൈറ്റ് ഹാൻഡിലുള്ളത് വർക്കിംഗ് സൈഡ്. ആദ്യം സ്ലിപ്പ് നോട്ട് ഇട്ട് തുടങ്ങാം. കുറച്ച് യാൺ ടെയിൽ സൈഡിൽ കുറച്ച് യാൺ വിട്ടിട്ട് വർക്കിംഗ് സൈഡിലുള്ള യാണിനെ ട്വിസ്റ്റ് ചെയ്യുക. ട്വിസ്റ്റ് ചെയ്തിട്ട് ഈ വർക്കിംഗ് സൈഡിലുള്ള ഈ യാണിനെ ബാക്കിലോട്ട് കൊണ്ടുപോയി ഈ റൗണ്ടിനുള്ളിൽ കൂടി പുറത്തെടുക്കുക. അപ്പോൾ ഒരു ലൂപ്പ് ക്രിയേറ്റ് ആയി. ഇതാണ് സ്ലിപ്പ് നോട്ട്. എന്നിട്ട് ഹുക്ക് എടുക്കുക. ഹുക്ക് എടുത്തിട്ട് ഈ ലൂപ്പിനുള്ളിൽ ഇൻസേർട്ട് ചെയ്യുക. ഇൻസേർട്ട് ചെയ്തിട്ട് ഈ രണ്ട് ടെയിൽ ആൻഡ് വർക്കിംഗ് സൈഡിനെ ഇങ്ങനെ വലിക്കണം. അപ്പോൾ യാൺ സെക്യൂറായി ഇരുന്നോളും. എന്നിട്ട് വർക്കിംഗ് സൈഡിനെ ഹോൾഡ് ചെയ്തിട്ട് ചെയിൻ സ്റ്റിച്ച് ഇട്ട് തുടങ്ങാം. ചെയിൻ സ്റ്റിച്ച് ഇടാൻ വേണ്ടി ഹുക്കിനെ യാണിൻ്റെ അടിയിൽ കൂടി കൊണ്ടുപോയിട്ട് യാണിനെ ഡ്രാഗ് ചെയ്ത് ഈ ലൂപ്പിനുള്ളിൽ കൂടി പുറത്ത് കൊണ്ടുവരിക. ഫസ്റ്റ് ചെയിനായി. സെക്കൻഡ് 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18. ഇത് നമ്മൾ 18 സ്റ്റിച്ചസ് ഇട്ട് കഴിഞ്ഞു. ഇനി റോ 1 ചെയ്യാൻ പോകുന്നത് ഫൗണ്ടേഷൻ ചെയിനാണ്. ഇനി റോ 1 ചെയ്യാൻ പോവാണ്. റോ 1ൽ നമ്മൾ ഡബിൾ ക്രൂഷ്യയാണ് ചെയ്യുന്നത്. ഡബിൾ ക്രൂഷ്യ ചെയ്യാൻ വേണ്ടിയിട്ട് 3 സ്റ്റിച്ച് സ്കിപ്പ് ചെയ്യണം. ഇത് ചെയിൻ 1 ആണ്. 1 2 3 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് 4th ചെയിനിൽ നിന്നാണ് നമ്മൾ ഡബിൾ ക്രൂഷ്യ ഇട്ട് തുടങ്ങുന്നത്. അപ്പോൾ ഡബിൾ ക്രൂഷ്യ ഫസ്റ്റ് നമുക്ക് ഡബിൾ ക്രൂഷ്യ ചെയ്യാം. ക്രൂഷ്യ ചെയ്യുന്നത് എങ്ങനെയാണ്? ഹുക്കിനെ യാണിൻ്റെ അടിയിൽ കൂടി കൊണ്ടുപോയിട്ട് 3 സ്റ്റിച്ച് സ്കിപ്പ് ചെയ്യുക. 1 2 3 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് 4th ചെയിനിൽ ഹുക്കിനെ ഇൻസേർട്ട് ചെയ്യുക. ഇൻസേർട്ട് ചെയ്തിട്ട് ഹുക്കിനെ യാണിൻ്റെ മുകളിൽ കൂടി കൊണ്ടുപോയി യാണിനെ ഡ്രാഗ് ചെയ്ത് ഈ ലൂപ്പിനുള്ളിൽ കൂടി പുറത്ത് കൊണ്ടുവന്നിട്ട് പുറത്ത് കൊണ്ടുവരിക. അപ്പോൾ നമ്മുടെ ഹുക്കിൽ 3 ലൂപ്സ് ഉണ്ടായിരിക്കും. 1 2 3 ലൂപ്സ് ഉണ്ട്. ഇനി വീണ്ടും ഹുക്കിനെ യാണിൻ്റെ അടിയിൽ കൂടി കൊണ്ടുപോയി യാണിനെ ഡ്രാഗ് ചെയ്ത് ഫസ്റ്റ് 2 ലൂപ്പിനുള്ളിൽ കൂടി പുറത്തെടുക്കുക. അപ്പോൾ നമ്മുടെ ഹുക്കിൻ്റെ മുകളിൽ 2 ലൂപ്സ് ഉണ്ടായിരിക്കും. വീണ്ടും ഹുക്കിനെ യാണിൻ്റെ അടിയിൽ കൂടി കൊണ്ടുപോയി ലാസ്റ്റ് 2 ലൂപ്സിൽ കൂടി പുറത്ത് കൊണ്ടുവരിക. ഇതാണ് ഡബിൾ ക്രൂഷ്യ. ഞാൻ ഫാസ്റ്റായിട്ട് പറഞ്ഞിട്ട് പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ തന്നെ ഡബിൾ ക്രൂഷ്യ എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. പുതിയതായിട്ട് ആരെങ്കിലും വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ അത് നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഡബിൾ ക്രൂഷ്യ ഇടാം. ഈ എൻഡ് വരെ നമുക്ക് ഡബിൾ ക്രൂഷ്യ ഇടാം. ലാസ്റ്റ് ചെയിനിലെത്തിയിട്ടുണ്ട്. ഇത് സ്ലിപ്പ് നോട്ടാണ്. ഇതാണ് ലാസ്റ്റ് ചെയിന്. അതിലും കൂടി ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യാം.
റോ 1 കംപ്ലീറ്റ് ആയി. റോ 1ൽ നമ്മൾ ഫുൾ ഡബിൾ ക്രോഷ്യ ആണ് ചെയ്തത്. റോ 1 കംപ്ലീറ്റ് ആയി. ഇനി റോ 2 ചെയ്യാനായിട്ട് ചെയിൻ 3 1 2 3 ചെയിൻ 3 ഇട്ടിട്ട് ടേൺ ചെയ്തിട്ട് ഈ ചെയിൻ 3നെ ഡബിൾ ക്രോഷ്യ ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇനിയാണ് നമ്മൾ ബാക്ക് ലൂപ്പ് ആൻഡ് ഫ്രണ്ട് ലൂപ്പ് സ്റ്റിച്ച് ഇട്ട് തുടങ്ങുന്നത്. ഫസ്റ്റ് നമുക്ക് ഫ്രണ്ട് ലൂപ്പ് ഇടാം. അപ്പോൾ ഞാൻ ആദ്യം ബാക്ക് ലൂപ്പ് എന്താണ് ഫ്രണ്ട് ലൂപ്പ് എന്താണെന്ന് പറഞ്ഞു തരാം. ഫ്രണ്ടിൽ ഉള്ളതിനെ ഫ്രണ്ട് ലൂപ്പ് എന്നും ബാക്കിലുള്ളത് ബാക്ക് ലൂപ്പ്. ഈ രണ്ട് ലൂപ്പും ചേർന്നാണ് സ്റ്റിച്ച് ആവുന്നത്. ഈ സ്റ്റിച്ചിൻ്റെ ഫ്രണ്ടിലുള്ളത് ഫ്രണ്ട് ലൂപ്പ്, പിന്നെ ഫ്രണ്ട് ലൂപ്പ്, ബാക്കിലുള്ള ലൂപ്പ്, ഈ ലൂപ്പ് ബാക്ക് ലൂപ്പ്. മനസ്സിലായോ? ഇത് ഫ്രണ്ട് ലൂപ്പ്, ഇത് ബാക്ക് ലൂപ്പ്. ഫ്രണ്ട് ലൂപ്പിൽ ഇടുന്ന സ്റ്റിച്ചിനെ ഫ്രണ്ട് ലൂപ്പ് ഓൺലി എന്നും ബാക്ക് ലൂപ്പിൽ ഇടുന്ന സ്റ്റിച്ചിനെ ബാക്ക് ലൂപ്പ് ഓൺലി എന്നും പറയാം. മനസ്സിലായി? ഇപ്പോൾ നമ്മൾ ഫ്രണ്ട് ലൂപ്പിൽ ഒരു ഡബിൾ ക്രോഷ്യ ഇടുവാണെങ്കിൽ ഫ്രണ്ട് ലൂപ്പ് ഡബിൾ ക്രോഷ്യ എന്ന് പറയും. ബാക്കിലാണ് ഡബിൾ ക്രോഷ്യ ഇട്ടുണ്ടെങ്കിൽ ബാക്ക് ലൂപ്പ് ഡബിൾ ക്രോഷ്യ. അതുപോലെ സിംഗിൾ ക്രോഷ്യ ആണെങ്കിൽ ഫ്രണ്ട് ലൂപ്പ് സിംഗിൾ ക്രോഷ്യ, ബാക്കിലാണെങ്കിൽ ബാക്ക് ലൂപ്പ് സിംഗിൾ ക്രോഷ്യ. ഇങ്ങനെ. അപ്പോൾ ഈ നമ്മളിപ്പോൾ പഠിച്ച ഈ 4 സ്റ്റിച്ചസ് ഉണ്ടല്ലോ, ഇത് സിംഗിൾ ക്രോഷ്യ, ഹാഫ് ഡബിൾ ക്രോഷ്യ, ഡബിൾ ക്രോഷ്യ, ട്രബിൾ ക്രോഷ്യ, ഈ 4 സ്റ്റിച്ചസും നമുക്ക് ഈ ഫ്രണ്ട് ആൻഡ് ബാക്ക് ലൂപ്പിൽ നമുക്ക് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് ഫ്രണ്ട് ലൂപ്പ് ഓൺലി നോക്കാം. ഫ്രണ്ട് ലൂപ്പ് ഡബിൾ ക്രോഷ്യ നോക്കാം. ഇപ്പോൾ നമ്മൾ ഡബിൾ ക്രോഷ്യ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് തന്നെ ഇടാം. നമുക്ക് ഫസ്റ്റ് ഫ്രണ്ട് ലൂപ്പ് ഡബിൾ ക്രോഷ്യ ചെയ്യാം. അപ്പോൾ ഡബിൾ ക്രോഷ്യ ചെയ്യാനായിട്ട് എന്താ വേണ്ടത്? ഹുക്കിനെ യാണിൻ്റെ അടിയിൽ കൂടി കൊണ്ടുപോയിട്ട് ഫ്രണ്ട് ലൂപ്പിൽ ഹുക്കിനെ ഇൻസേർട്ട് ചെയ്യുക. രണ്ട് ലൂപ്പിലും ഇൻസേർട്ട് ചെയ്യാൻ പാടില്ല. ഫ്രണ്ട് ലൂപ്പിൽ മാത്രം ഹുക്കിനെ ഇൻസേർട്ട് ചെയ്ത് ഇങ്ങനെ എടുത്തിട്ട് ഹുക്കിനെ വീണ്ടും യാണിൻ്റെ മുകളിൽ കൂടി കൊണ്ടുപോയി യാണിനെ ഡ്രാഗ് ചെയ്ത് ആ ഫ്രണ്ട് ലൂപ്പിൽ കൂടി പുറത്ത് കൊണ്ടുവന്നിട്ട് ഫസ്റ്റ് 2 ലൂപ്പ്, സെക്കൻഡ് 2 ലൂപ്പ്സ് ഡബിൾ ക്രോഷ്യ നോക്കിക്കോളൂ. കണ്ടോ? ഇങ്ങനെ ഒറ്റ ലൂപ്പിൽ മാത്രം ഫ്രണ്ട് ലൂപ്പിൽ മാത്രം ഇൻസേർട്ട് ചെയ്തിട്ട് യാണിനെ ഡ്രാഗ് ചെയ്ത് ഫസ്റ്റ് 2 ലൂപ്പ്, സെക്കൻഡ് 2 ലൂപ്പ്സ്. അപ്പോൾ ഇത് ഫ്രണ്ട് ലൂപ്പ് ഡബിൾ ക്രോഷ്യ ആണ് ഓവർ ദ ഹുക്ക്. ഫ്രണ്ട് ലൂപ്പിൽ മാത്രം ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഹുക്ക് ഇൻസേർട്ട് ചെയ്യുന്നത് 2 ലൂപ്പിൻ്റെ മിഡിലോട്ടാണ് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുന്നത്. കണ്ടോ? പുറത്തുണ്ട്. ബാക്ക് ലൂപ്പ് പുറത്തിരിപ്പുണ്ട്. ഫ്രണ്ട് ലൂപ്പിൽ മാത്രം ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഞാൻ ഡ്രാഗ് ചെയ്തെടുക്കണം. 2 ലൂപ്പ്സ്, ലാസ്റ്റ് 2 ലൂപ്പ്സ്. ഒരിക്കൽ കൂടി നോക്കാം. ഹുക്കിനെ യാണിൻ്റെ അടിയിൽ കൊണ്ടുപോയിട്ട് ഫ്രണ്ട് ലൂപ്പിൽ മാത്രം ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. കണ്ടോ? ഇൻസേർട്ട് ചെയ്യുക. യാണിനെ ഡ്രാഗ് ചെയ്ത് ഫ്രണ്ട് ലൂപ്പിൽ കൂടി പുറത്ത് കൊണ്ടുവന്നിട്ട് ഫസ്റ്റ് 2 ലൂപ്പ്സ്, സെക്കൻഡ് 2 ലൂപ്പ്സ്. മനസ്സിലായോ? അപ്പോൾ നമുക്ക് ഇത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാം. ഇതുവരെ ചെയ്യാം.
ലാസ്റ്റിലെത്തി. ഇത് ലാസ്റ്റിലെ മുമ്പിലത്തെ സ്റ്റിച്ചാണ്. ഇതാണ് 3 ചെയിനെ നമ്മൾ ഡബിൾ ക്രോഷ്യോ കൺസിഡർ ചെയ്തിരിക്കുന്നില്ല. അപ്പോൾ ഇതാണ് ലാസ്റ്റ് സ്റ്റിച്ച്, ഇതല്ല. അപ്പോൾ ഇതിലും നമുക്ക് ഫ്രണ്ട് ലൂപ്പിൽ മാത്രം ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് ചെയ്യണം, ഡബിൾ ക്രോഷ്യോ ചെയ്യണം. ഇത് ലാസ്റ്റ് സ്റ്റിച്ചിലെത്തി ഫ്രണ്ട് ലൂപ്പിൽ മാത്രം ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് ചെയ്യണം. ഓക്കെ, ഇതാണ് നമ്മൾ ചെയ്ത ഫ്രണ്ട് ലൂപ്പ് ഓൺലി ഡബിൾ ക്രോഷ്യോ. ഇത് നമുക്ക് തിരിച്ചു നോക്കാം. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡിസൈൻ കാണാൻ പറ്റും. ഇത് കണ്ടോ, ബാക്ക് ലൂപ്പ് കാണാനായിട്ട് ഒരു ലൈനായിട്ട്, സ്ട്രെയിറ്റ് ലൈനായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, കണ്ടോ. ഇപ്പോഴും നമ്മൾ നോക്കിയത് എന്താണ്? ഫ്രണ്ട് ലൂപ്പ് ഓൺലിയാണ് നമ്മൾ നോക്കിയത്. ഇനി നമുക്ക് ബാക്ക് ലൂപ്പ് ഓൺലി സ്റ്റിച്ച് എങ്ങനെ ഇടാമെന്ന് നോക്കാം. അപ്പോൾ അതിന് ഇത് സെക്കൻഡ് റോ, ഇത് ചെയിൻ സ്റ്റിച്ച് ഫസ്റ്റ് റോ, സെക്കൻഡ് റോ ചെയ്ത് കഴിഞ്ഞു. തേർഡ് റോ ചെയ്യാം. തേർഡ് റോ ചെയ്യാനായിട്ട് ചെയിൻ 3 ഇട്ടിട്ട് ടേൺ ചെയ്യാം. ടേൺ ചെയ്തിട്ട് ബാക്ക് ലൂപ്പ് ഓൺലി ഈ 3 ചെയിൻ സ്റ്റിച്ചിനെ ഡബിൾ ക്രോഷ്യോ ആയിട്ട് കൺസിഡർ ചെയ്യാം. അടുത്ത് നമുക്ക് ബാക്ക് ലൂപ്പ് ഓൺലി നോക്കാം. ബാക്ക് ലൂപ്പ് ഓൺലി നോക്കാനായിട്ട് ഇതുണ്ട്, നേരത്തെ പറഞ്ഞല്ലോ, ഇത് രണ്ടും ഒരു ലൂപ്പാണ്. ഫ്രണ്ടിൽ വരുന്നത് ഫ്രണ്ട് ലൂപ്പ്, ബാക്കിൽ വരുന്നത് ബാക്ക് ലൂപ്പ്. അപ്പോൾ നമുക്കിനി ബാക്ക് ലൂപ്പ് ഓൺലി ഡബിൾ ക്രോഷ്യോ എങ്ങനെ ചെയ്യാം? ഹുക്കിനെ യാണിൻ്റെ അടിയിൽ കൂടി കൊണ്ടുപോയിട്ട് നമ്മൾ നേരത്തെ ചെയ്തത് ഫ്രണ്ടിൽ മാത്രം, ഇനി ബാക്കിൽ മാത്രം, ബാക്ക് ലൂപ്പിൽ മാത്രം ചെയ്യുന്നതാണ് ബാക്ക് ലൂപ്പ് ഓൺലി. ഹുക്കിനെ ബാക്ക് ലൂപ്പിൽ ഇൻസേർട്ട് ചെയ്യുക, മനസ്സിലായോ? നേരത്തെ നമ്മൾ ഫ്രണ്ട് ലൂപ്പിൽ മാത്രമാണ് ഇൻസേർട്ട് ചെയ്തത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ബാക്ക് ലൂപ്പിലാണ്. ബാക്ക് ലൂപ്പിൽ മാത്രം ഹുക്കിനെ ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ട് ഹുക്കിനെ യാണിൻ്റെ മുകളിൽ കൊണ്ടുപോയിട്ട് യാണിനെ വലിച്ച് ബാക്ക് ലൂപ്പിൽ കൂടി പുറത്തെടുത്തിട്ട് ഫസ്റ്റ് 2 ലൂപ്സ്, സെക്കൻഡ് 2 ലൂപ്സ്, ഡബിൾ ക്രോഷ്യോ. വീണ്ടും നമുക്ക് ചെയ്യാം. ഹുക്കിനെ യാണിൻ്റെ അടിയിൽ കൂടി കൊണ്ടുപോയിട്ട് ബാക്ക് ലൂപ്പിൽ മാത്രം ഇൻസേർട്ട് ചെയ്യുക. ഹുക്കിനെ ബാക്ക് ലൂപ്പിൽ മാത്രം ഇൻസേർട്ട് ചെയ്തിട്ട് യാണിനെ വലിച്ച് ഫസ്റ്റ് 2 ലൂപ്സ്, സെക്കൻഡ് 2 ലൂപ്സ്. ഹുക്കിനെ യാണിൻ്റെ അടിയിൽ കൂടി കൊണ്ടുപോയിട്ട് ബാക്ക് ലൂപ്പിൽ മാത്രം ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ട് യാണിനെ വലിച്ചെടുക്കുക. എടുത്തിട്ട് ഫസ്റ്റ് 2 ലൂപ്സ്, സെക്കൻഡ് ലൂപ്സ്. ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഡബിൾ ക്രോഷ്യോ ആണ്. ഇതുപോലെ സിംഗിൾ ക്രോഷ്യോ, ഹാഫ് ഡബിൾ ക്രോഷ്യോ, ട്രബിൾ ക്രോഷ്യോ ഒക്കെ ചെയ്യാം. ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു ഡിസൈനായിട്ട് വരും. ഇങ്ങനെ നോക്കിക്കോളൂ, ഇത് കണ്ടോ, ഇത് നമ്മൾ നേരത്തെ ചെയ്തത് ഫ്രണ്ട് ലൂപ്പ് ഓൺലി ചെയ്തതാണ്. ഇതാണ് ബാക്ക് ലൂപ്പ് ഓൺലി. അപ്പോൾ ഡിസൈൻ കണ്ടോ വരുന്നത്. നമുക്ക് ഈ എൻഡ് വരെ ചെയ്യാം. ബാക്ക് ലൂപ്പിൽ മാത്രം ഇൻസേർട്ട് ചെയ്യാം. ലാസ്റ്റ് സ്റ്റിച്ചിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ 3 ചെയിൻ സ്റ്റിച്ചാണ്, ഈ 3 ചെയിനാണ് ലാസ്റ്റ് സ്റ്റിച്ച്. അതിന് മുമ്പിലത്തെ സ്റ്റിച്ചിലും കൂടി ഇടണം. ഇതോടെ സ്റ്റോപ്പ് ചെയ്യരുത്.
ത്രീ ചെയിൻ സ്റ്റിച്ചിനെ നമ്മൾ ഡബിൾ ക്രോഷ്യോ ആയിട്ട് കൺസിഡർ ചെയ്തിരിക്കുകയല്ലേ. അപ്പോൾ ഇത് ലാസ്റ്റ് സ്റ്റിച്ച് ഡബിൾ ക്രോഷ്യോ. അപ്പോൾ ഇതിൻ്റെ മുകളിലും നമ്മൾ ബാക്ക് ലൂപ്പിൽ മാത്രം ഇടുക. കുറച്ച് കെയർഫുള്ളായിട്ട് ചെയ്യണം, കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും, കുറച്ച് കെയർഫുള്ളായിട്ട് ചെയ്താൽ മതി. ചുരുക്കെടുത്ത് ഫസ്റ്റ് 2 ലൂപ്പ് ലാസ്റ്റ്. ഇതാണ് ബാക്ക് ലൂപ്പ് ആൻഡ് ഫ്രണ്ട് ലൂപ്പ്. ബാക്ക് ലൂപ്പ് ആൻഡ് ഫ്രണ്ട് ലൂപ്പ് ഡബിൾ ക്രോഷ്യോ. നമുക്ക് നെക്സ്റ്റ് റോ വേണമെങ്കിൽ ചെയിൻ 3 ഇടുക, ടേൺ ചെയ്തിട്ട് ഫ്രണ്ട് ലൂപ്പിൽ കൂടെ ചെയ്യണം, അടുത്ത് ബാക്ക് ലൂപ്പിൽ കൂടെ ചെയ്യണം. അപ്പോൾ ഇങ്ങനെ ഒരു ഡിസൈനായിട്ട് കാണാം. കണ്ടോ? ഇതാണ് ഫ്രണ്ട് ലൂപ്പ് ഓൺലി ആൻഡ് ബാക്ക് ലൂപ്പ് ഓൺലി ഡബിൾ ക്രോഷ്യോ. ഇതിൽ ഡബിൾ ക്രോഷ്യോ ചെയ്യാം, സിംഗിൾ ക്രോഷ്യോ ചെയ്യാം, ഡബിൾ ക്രോഷ്യോ, ഹാഫ് ഡബിൾ ക്രോഷ്യോ, ട്രിപ്പിൾ ക്രോഷ്യോ, ഏത് സ്റ്റിച്ച് വേണമെങ്കിലും ഇതിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. ഫ്രണ്ട് ലൂപ്പ് ആൻഡ് ബാക്ക് ലൂപ്പ് ക്ലിയർ ആയല്ലോ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എല്ലാവരും ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഷെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.